നേരത്തെ എന്തോ നോട്ടിഫിക്കേഷൻ വന്ന് അതങ്ങ് പോയി. ആ ചിലപ്പോൾ ഞാനത് എഡിറ്റാക്കി ഇടും, അല്ലെങ്കിൽ ഇനി പാർട്ട് 3ൻ്റെ പാർട്ട് 1 2 എന്ന് ഇടേണ്ടി വരും. അത് വിട്, ഡ്രസ്സൊന്നും നോക്കണ്ട, അതൊക്കെ സൈഡ് ഡ്രസ്സാണ്. അതുകൊണ്ട് വലിയ വൃത്തിക്കൊന്നും വിടാറില്ല ഇവിടെ സൈഡിൽ. വീട്ടിലെപ്പോഴും അമ്മ തന്നെ പറയണം നല്ലോണം ഒരുങ്ങി പോടെ. ഞാൻ പറയും എന്തിന് വെറുതെ ഇവിടെ പോയി ഒന്ന് ചെളിയും മണ്ണൊക്കെ ആകാൻ വേണ്ടി നല്ല ഡ്രസ്സൊക്കെ നിന്ന് വെറുതെ ചീത്താക്കണം. പക്ഷേ അങ്ങനെ നോക്കില്ല ആദ്യം, പക്ഷെ ഞാൻ എല്ലാം അങ്ങനെ ആയി ആദ്യം. അപ്പോൾ അതായത് മുഖത്തൊന്നും വിടാതെ പിന്നെ പിന്നെ ഇപ്പം മുഖം നല്ല ടാൻ ആണ്, കറക്കണ്. ഇപ്പോൾ പിന്നെയും ബെറ്ററായി, പിന്നെ ഓക്കെ, ലൈക്ക് കൂടുതൽ ടാൻ ആവുന്നില്ല. അവിടെ പിന്നെ സൺസ്ക്രീനും അത് ഇത് മറ്റത് മറിച്ചതിനെല്ലാം വാങ്ങിച്ച്. അപ്പോൾ അപ്ഡേറ്റ് ഒന്നുമില്ല. അപ്ഡേറ്റ് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ടെക്നോ പാർക്കിലൊരു ജോബ് നോക്കിക്കൊണ്ടിരിക്കണം എനിക്ക് തന്നെ. അത് ഡിജിറ്റലാണോ സംഭവം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറേ പേർക്കൊരു തെറ്റിദ്ധാരണ എന്ന് പറയാനില്ല, തെറ്റിദ്ധാരണ എന്ന് പറയാനില്ല. അതായത് അദ്ദേഹത്തിന് വേറെ ഉണ്ട്. അതായത് ഈ ഡിജിറ്റൽ ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമും ഉണ്ട്. അതായത് ഫോട്ടോ എഡിറ്റിങ്, ഫോട്ടോ പോസ്റ്റർ മേക്കിങ്, വീഡിയോ എഡിറ്റിങ്, അതിനെ കുറേ ഒരു ആ ഒരു ജോബ് പോസ്റ്റ് വെച്ചിട്ട് തന്നെ എനിക്ക് തോന്നാനാണ് ആ ജോബ് പോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് പോസ്റ്റ് വെച്ചിട്ട് ആൾക്കാർ ഈ ടീമുകളെ എടുക്കാറുണ്ട്. ഫോട്ടോ എഡിറ്റ് ചെയ്യണവരും പോസ്റ്റർ മേക്ക് ചെയ്യണവരെ എല്ലാം എടുക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കണ്ടിലേക്ക് ഒരു ട്രാപ്പ് പോലെ ആയിപ്പോവും. കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഗൂഗിൾ ആഡ്സ് അതൊക്കെ ഓക്കെ ഗൂഗിൾ ആഡ്സും അതൊക്കെ എങ്ങനെ റൺ ചെയ്യണം, അതൊക്കെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ്. അല്ല ഈ ക്രിയേറ്റീവ്സ് ഒന്നും എനിക്ക് അറിയണ്ട. ഓക്കെ, എനിക്ക് അതിൻ്റെ സ്കില്ല് കുറച്ചുണ്ട്, ഒരുപാടല്ല, എനിക്ക് ചെറിയൊരു സ്കില്ലുണ്ട് അതിൻ്റെ. പക്ഷെ അതൊക്കെ എൻ്റെ റെസ്യൂമിൽ ആഡഡുമാണ്. അപ്പം ചിലപ്പോൾ ഈ കാണുന്നവർ ചിലപ്പോൾ എന്നെ ആ ബേസിൽ ചിലപ്പോൾ അതിനെടുക്കും, ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നെ എടുക്കും. പക്ഷെ എനിക്കത് വേണ്ട. കാര്യം ഞാൻ 1-2 കമ്പനീസിൽ പോയി ഇൻ്റർവ്യൂവിന് ഡയറക്റ്റ് പോയായിരുന്നു. അവരെല്ലാം ചോദിക്കുന്നത് ഫോട്ടോഷോപ്പ് അറിയാമോ, പ്രീമിയർ പ്രോ അറിയാമോ. ഇപ്പോൾ ഇവർ ഗൂഗിൾ ആഡ്സിനെ പറ്റിയോ ഗൂഗിളിൽ ടൂൾസ് ഉണ്ടല്ലോ, ഗൂഗിൾ അനലിറ്റിക്സ്, അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്നത് ഇത് മാത്രം, ഗൂഗിൾ ആഡ്സ് അല്ല ഫോട്ടോഷോപ്പ് പ്രീമിയർ, ഫോട്ടോ എഡിറ്റ് ഇത്ര നാളായി, ഫോട്ടോ പോസ്റ്ററൊക്കെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഓക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മറ്റേ പോയിന്റ് മനസ്സിലായി, ഓക്കെ അവർ ഇതിന് വേണ്ടിയിട്ട് എന്നെ ഹയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ കട്ടൊക്കെ തന്നെ പറഞ്ഞു, മാം ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സാർ ഇങ്ങനെയാണ് നോക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് അതിലോട്ടാണ് കൂടുതൽ ഇൻറ്റു, അതായത് ഇതിലോട്ടല്ല, ഫോട്ടോ വീഡിയോ എഡിറ്റിങ്ങിലോട്ടല്ല. ഈവൻ ദോ എൻ്റെ റെസ്യൂമിൽ അത് ഉണ്ടെങ്കിൽ പോലും അതല്ല എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതുപോലെ ചേട്ടൻ ഇപ്പോൾ ഒരു ഫ്രണ്ട് വഴി ജോബ് നോക്കി തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതും ഈ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരും കൂടുതൽ ചോദിക്കുന്നത് ഇതിനെ പറ്റിയുള്ളതാണ്. ഫോട്ടോ, വീഡിയോ, ബിഹാൻഡ്സൊക്കെ മെയിൻലി ഓക്കെ നമ്മുടെ സ്കില്ല് കാണിക്കാനുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ഗൂഗിൾ ആഡ്സിൻ്റെയും ഇതിൻ്റെയൊന്നും സ്കില്ല് മേ ബി റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. മേ ബി ക്യാമ്പയിൻ റിസൾട്ടും ക്യാമ്പയിൻ്റെ അതും CTR അതൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലൊരു അർത്ഥത്തില്ലല്ലോ. ബിഹാൻഡ്സിലൊക്കെ മെയിനായിട്ട് നമ്മൾ വീഡിയോ എഡിറ്റിങ്, ഫോട്ടോ എഡിറ്റിങ്, നമ്മൾ UX, പോസ്റ്റർ മേക്കിംഗ്, ഫോട്ടോഗ്രാഫി, അതൊക്കെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു ഇതാണ് പറയണത് കേട്ടോ. അപ്പോൾ നീഡ് ടു ഡു സംതിങ് എൽസ്. ഇതിൻ്റെ ഫീൽഡിലാണ് കിട്ടണമെങ്കിൽ ഓക്കെ, 15 രൂപയെങ്കിലും വേണം, അല്ലെങ്കിൽ ഒന്നും ഓടില്ല. പിന്നെ ഒരു ഗുഡ് ന്യൂസ്, മറ്റേ ബിറ്റ് കോയിൻ്റെ എമൗണ്ട് എനിക്ക് കിട്ടിയായിരുന്നു, 24,000 രൂപ അടുപ്പിച്ച് എനിക്ക് കിട്ടി. ഈ ഗുഡ് ന്യൂസ് അടുത്ത് മൈൻഡ് ചെയ്തിട്ടുണ്ട്, അത് മൈൻ ആയിക്കോളും. ഈ വീഡിയോ ഒന്നും വൈറലാകില്ലെന്ന് എനിക്കൊരു ഉറപ്പുകൊണ്ടാണ് ഇത് പറയണത്. അല്ല അതിലും വിഷയമായിട്ടുള്ള കാര്യമില്ല, ബിറ്റ് കോയിൻ മൈനിങ്, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ദാറ്റ്സ് ഫാക്ട്. പിന്നെ കമ്മിങ് ടു ടോപ്പിക്സ്, മെയിനായിട്ട് ഈ വീഡിയോസിന് എടുക്കുന്നതിൻ്റെ കാര്യം ഒന്ന്, എൻ്റെ ക്യാമറ ഷൈനസ് മാറ്റാനും അതിന് മാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് അറിഞ്ഞൂടാ എങ്ങനെയാണെന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ ഷൈനസ്, ചിലപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും. പിന്നെ എൻ്റെ സ്പീച്ച്, എൻ്റെ സംസാരത്തിനൊരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട്, എനിക്കറിയാമല്ലോ, നിങ്ങൾക്കും അറിയാം, വെപ്രാളം ഉണ്ട്. അതൊന്നും മാറ്റണം. ഞാനിപ്പോഴാണ് ആലോചിച്ചത് കേട്ടോ, സത്യം പറയാനല്ല. ഈ 3 വീഡിയോ എപ്പോഴും 3 കുറേ വീഡിയോ ഉണ്ട്,
അപ്പോഴും ഞാൻ ആലോചിച്ചില്ല, ഇപ്പോഴാണ് ഒന്ന് സമാധാനത്തിൽ നിന്ന് പയ്യെ സംസാരിച്ച് തുടങ്ങട്ടെ. അറിയാം വീഡിയോ ലെങ്തിയാണ്, ലാഗിയാണ്, ലൈക്ക് നോ എഡിറ്റ്സാണ്. എഡിറ്റ്സിന് സംഭവം അടുത്തൊരു പോയിട്ടില്ല. ഇവൻ്റെ എഡിറ്റ് എനിക്ക് ചെറിയ എനിക്ക് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ വൈ തോന്നുന്നു അൺകട്ട് അൺഫിൽറ്റേർഡ് പോലെ. ചിലപ്പോൾ ഇനി വീഡിയോസ് കയറുമ്പോഴോ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഇല്ല. എൻ്റെ ലൈഫ് അപ്ഡേറ്റ് വെച്ച് കുറേ കാലം കളിക്കുകയാണ്. ഓൾറെഡി ഒരുപാടുണ്ട് ലൈഫ് അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ, ഒരു വലിയ ജേണൽ പോലെ ഉണ്ട് ഒരു വീഡിയോ ഉണ്ട്. പിന്നെയും ലൊക്കേഷൻ മാത്രം മാറണുള്ളൂ, വേറെ ഒന്നും മാറണില്ല. അവർക്ക് പറഞ്ഞതിനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും, കാരണം എനിക്ക് വേറെ ഒന്നുമില്ല കണ്ടന്റ്. ഇപ്പം എല്ലാം ആണോ ഇതിൻ്റെ കണ്ടന്റ്? എൻ്റെ ക്ലാസ് പഠിക്കണതും ജൂനിയേഴ്സും എൻ്റെ ഇൻസ്റ്റയിൽ ഇല്ലാണോ മറ്റേ പകുതി വീഡിയോസ് റീൽസേ കുറച്ച് ഭാഗം ഇവരുടെ ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇത് കാണിച്ചിട്ട് ബാക്കിയൊക്കെ സിനിമയുടെ ഡയലോഗ് അല്ലെങ്കിൽ സിനിമ സീൻസൊക്കെ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഹാഷറിൻ്റെ അവന്മാരെ വീഡിയോസ് ആഡ് ചെയ്യും. അപ്പോൾ അത് വെച്ച് റീച്ച് കയറും. ഫസ്റ്റ് തുടങ്ങി അർജുനാണ് തുടങ്ങിയത് എൻ്റെ ഒരു ഊഹം. അശ്വിൻ തുടങ്ങി ഫുഡിൻ്റെ വെച്ച്, പിന്നെ അർജുൻ നല്ല ക്ലിക്കായി, സൂപ്പർ ക്ലിക്കായി. പിന്നെ ഇപ്പോൾ മറ്റേ നയനയും ആ ടീമും മറ്റേ ജൂനിയർ ആരൊക്കെ കുറേ പേരുണ്ട്, മുകില്, ഹരി, അർജുൻ. അതുകൊണ്ട് ഇൻസ്റ്റയിൽ കൂടെ ഞാൻ നോക്കണ്ട, കാരണം ഇൻസ്റ്റയിൽ നോക്കിയാൽ ഇനി അതേ ട്രെൻഡ് പോലെ പോകുന്ന വിചാരിക്കും. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കൂടെ സൈഡിൽ കൂടെ ടോപ്പിക്കിൽ നിന്ന് എഴുതിപ്പോയി. ടോപ്പിക്കിൽ സത്യം പറഞ്ഞ പിന്നെ എനിക്ക് ആക്ടിങ് എന്നെല്ലാം മറ്റേ ഈ സിനിമ ഇന്നലെ കണ്ട്. ഡേറ്റ് പറഞ്ഞില്ലല്ലോ, ഡേറ്റ് 11/8/2025, 11 ഒക്ടോബർ. ഓക്കെ, ഓഗസ്റ്റ്. നടികർ സിനിമ ഞാൻ ഇന്നലെ കണ്ടു. അപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടെ അഭിനയത്തിൽ പാടാണ്, അവൻ്റെ ജീവിതം പാടാണ്. ടോവിനോ അങ്ങനെ അഭിനയിക്കാൻ നോക്കുമ്പോഴും അത് മറ്റേ ഡയറക്റ്റ് എന്ന് പറയും, ഉള്ളിൽ നിന്ന് വരട്ടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹാർഡ്, അത്ര ഈസി അല്ല. പിന്നെ മോഡലിങ്ങിൻ്റെ ഒരു ഇതിൽ മറ്റേ ഇൻസ്റ്റയിലുള്ളൊരു പയ്യുണ്ട്, പിന്നെ സാഗറിനെ പോലെ ഇരിക്കുന്ന പയ്യുണ്ട്. അവനൊരു മോഡലിംഗ് ഏജൻസി തുടങ്ങിയെന്ന് പറഞ്ഞു, ഒരു വീഡിയോ ഞാൻ കണ്ട്. അപ്പോൾ അതിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഒരു 1000 രൂപ അഡ്വാൻസ് അയക്കാൻ പറഞ്ഞു. അഡ്വാൻസ് അയച്ചിട്ടുണ്ട്, 1 വീക്ക് അടുപ്പിച്ചായി. അവൻ പറഞ്ഞത് വാട്സപ്പിൽ പറഞ്ഞത് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്ത് തരാം. കോഴിക്കോടായിരിക്കും മിക്കവാറും, ഇവരുടെ ഏജൻസി ഉള്ളത് അവിടെയാണ്. ഷൂട്ടിംഗ് സെറ്റ് ചെയ്ത് തരാം, സെലക്റ്റഡ് ആവുകയാണെങ്കിൽ എന്തൊക്കെ ആവും, ആയാലും ഇല്ലെങ്കിലും നമുക്കൊരു പോർട്ട്ഫോളിയോ കിട്ടും. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ പള്ളി തരാൻ പോണത് ഇവർ പറയും, ഡ്രസ്സ് പറയും, എന്താ ഇട്ടുകൊണ്ട് വരാനുള്ളതെന്ന് പറയും. അത് എൻ്റെ കയ്യിൽ ഇല്ല, ഓബ്വിയസ്ലി കാണില്ല. അപ്പോൾ അതിന് എക്സ്പെൻസ് ആവും. ഓക്കെ, അത്ര തന്നെ ഉണ്ടോ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, തീർന്നു. അതിൻ്റെ പിന്നെ വേറെ സംസാരിക്കൊന്നുമില്ല. സൈറ്റ് ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ് ഇത്ര തന്നെ എല്ലാം ശരിയാവും. മോഡലിങ്, സിനിമയിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എടുത്ത് പറയാൻ കാര്യം എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടെന്നല്ല, എനിക്ക് വേറെ ഒന്നും മൈൻഡിലില്ല. ബട്ട് നോട്ട് സിവിൽ. ഓക്കെ, മെയിനായിട്ട് എനിക്ക് ആവശ്യം ഒരു ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ല്, അതാണ് മെയിൻ ആവശ്യം. ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ല്, ഫോട്ടോഗ്രാഫി. ഇത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ എനിക്ക് ഉണ്ട് ഈ കളർ ഗ്രേഡിങ്, ഡാവിഞ്ചി റിസോൾവിൽ കളർ ഗ്രേഡിങ് പഠിക്കണമെന്ന് എനിക്കുണ്ട്. ഇനി അതും കൂടെ എടുത്ത് വെച്ചാൽ വള്ളിയാണ്, ഒന്ന് തുടങ്ങി വെച്ചാലേ പിന്നെ എനിക്ക് അതും കൂടെ എനിക്ക് ഇൻട്രസ്റ്റ് ആവും. അതിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ നല്ല. ഓക്കെ, അപ്പോൾ ശരി, ബിസിനസ് 5. അപ്പം ശരി, ആണ് എൻ്റെ പരിപാടി. ഓക്കെ, ഖുദാ ഹാഫിസ്.